Hello friends, welcome to my YouTube channel CR English Workshop. Today we are studying the remaining part of the lesson Adventures in a Banyan Tree written by Ruskin Botts. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും CR English Workshop എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റാകുന്ന ഗ്ലിംസസ് ഓഫ് ഗ്രീൻ അല്ലെങ്കിൽ പച്ചപ്പിൻ്റെ ക്ഷണിക ദൃശ്യം എന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠമാകുന്ന അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന റസ്കിൻ ബോണ്ട് എഴുതിയ പാഠത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗങ്ങളാണ് പഠിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് പേജ് നമ്പർ 14-ൽ മംഗൂസിൻ്റെയും കോബ്രയുടെയും ലാസ്റ്റ് ഇൻസിഡൻ്റാണ് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. ആൻഡ് ഐ ന്യൂ ഗ്രാൻഡ് മദർ വുഡ് forgive him for stealing as long as he kept the snakes away from the house. എത്രത്തോളം കാലമാണോ, as long as means എത്രത്തോളം കാലമാണോ അത്രത്തോളം കാലം, എത്രത്തോളം കാലമാണോ ഈ മംഗൂസിന് വീട്ടിൽ നിന്ന് പാമ്പുകളെ അകറ്റി നിർത്താൻ കഴിയുന്നത് അത്രത്തോളം കാലം മുത്തശ്ശി ഈ മംഗൂസിനോട് ക്ഷമിക്കും. എന്ത് ചെയ്താൽ കൂടി, അവൻ കോഴിക്കൂട്ടിൽ നിന്ന് മുട്ട മോഷ്ടിച്ചെടുത്താൽ കൂടിയും എത്രത്തോളം കാലം അവൻ ഈ പാമ്പുകളെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിക്കുന്നുവോ അത്രത്തോളം കാലം മുത്തശ്ശി അവനോട് ക്ഷമിക്കും. അവിടെ വരെയാണ് പറഞ്ഞ് നിർത്തിയത്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. The banyan tree was also the setting for what we were called to call the strange case of the grey squirrel and the white rat. ഈ ബാനിയൻ ട്രീ എന്ന് പറയുന്നത് വാട്ട് വി വെയർ ടു കാൾ, നമ്മൾ എന്താണോ വിളിക്കുന്നത്, എങ്ങനെയാണോ അതിന് പേര് ചൊല്ലി വിളിക്കുന്നത്, അതായത് ദ സ്ട്രേഞ്ച് കേസ് ഓഫ് എ സ്ക്വിറൽ ആൻഡ് എ വൈറ്റ് റാറ്റ്, ഒരു വെള്ള എലിയുടെയും ഗ്രേ ചാരനിറത്തിലുള്ള റണ്ണാറക്കണ്ണിൻ്റെയും സ്ട്രേഞ്ച് കേസ്, വളരെ അപരിചിതമായിട്ടുള്ള അപൂർവമായിട്ടുള്ള ഒരു ബന്ധമായിട്ട് ഒരുപക്ഷെ ഞങ്ങൾ വിളിക്കുന്ന അങ്ങനെ ഒരു ബന്ധമുള്ള ഒരു അണ്ണാറക്കണ്ണിൻ്റെയും അതുപോലെ ഒരു ചാരനിറമുള്ള അണ്ണാറക്കണ്ണിൻ്റെയും വെള്ള നിറമുള്ള ഒരു എലിയുടെയും സ്ട്രേഞ്ച് കേസ്, ഒരു അപരിചിതമായൊരു കഥയുടെ വാസസ്ഥലമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചാരനിറമുള്ള ഒരു അണ്ണാറക്കണ്ണിൻ്റെയും വെള്ള നിറമുള്ള ഒരു എലിയുടെയും വാസസ്ഥലം കൂടിയാണ് ഈ ആൽമരം. the banyan tree was the setting, also the setting for what we were to call, നമ്മൾ എന്താണോ അങ്ങനെ വിളിക്കുന്നത്, എന്താണോ അങ്ങനെ ഇനി വിളിക്കാൻ പോകുന്നത്, the strange case of, ഒരു അപൂർവമായിട്ടുള്ള അണ്ണാറക്കണ്ണിൻ്റെയും ഈ ഒരു ചാരനിറമുള്ള അണ്ണാറക്കണ്ണിൻ്റെയും വെളുത്ത എലിയുടെയും ബന്ധത്തിൻ്റെ ഒരു സ്ട്രേഞ്ച് കേസ്, അപരിചിതമായിട്ടുള്ള അപൂർവമായ ഒരു കഥയുടെ അങ്ങനെ ഒരു സെറ്റിംഗ് കൂടിയാണ്, ഒരു വാസസ്ഥലം കൂടിയാണ് ഈ ബാനിയൻ ട്രീ എന്ന് നമുക്ക് കാണാൻ കഴിയും. ദ വൈറ്റ് റാറ്റ് വാസ് ദ ഗ്രാൻഡ് ഫാദേഴ്സ്. അവിടെയുള്ള വെള്ള എലി എന്ന് പറയുന്നത് മുത്തശ്ശൻ്റെയാണ്. കാരണം ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ബസാർ ഫോർ 4 അണാസ്. പണ്ടത്തെ 4 അണ കൊടുത്ത് മുത്തശ്ശൻ ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് ഈ വെള്ള എലി, വൈറ്റ് റാറ്റിനെ. അതുകൊണ്ട് തന്നെ വൈറ്റ് റാറ്റ് മുത്തശ്ശൻ്റേതാണ്. ദ വൈറ്റ് റാറ്റ് വാസ് ഗ്രാൻഡ് ഫാദേഴ്സ്. കാരണം വൈറ്റ് റാറ്റ് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ്റെയാണെന്ന് പറയാൻ കാരണം ഈ ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ബസാർ ഫോർ 4 അണാസ്. 4 അണ കൊടുത്ത് ബസാറിൽ നിന്ന്, ചന്തയിൽ നിന്ന് മുത്തശ്ശനാണ് ഈ വെള്ള എലിയെ വാങ്ങിക്കൊണ്ട് വന്നത്. ബോട്ടെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു, ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക, എൻ്റെ പാസ്റ്റ് ടെൻസാണ്, വീറ്റു ഫോമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വെള്ള എലിയുടെയും ചാരനിറമുള്ള ഒരു അണ്ണാറക്കണ്ണൻ്റെയും ബന്ധത്തിൻ്റെ ഒരു സ്ട്രേഞ്ച് അപൂർവമായൊരു ബന്ധത്തിൻ്റെ കഥ പറയുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അണ്ണാറക്കണ്ണൻ്റെയും ഒരു എലിയുടെയും ബന്ധത്തിൻ്റെ ഒരു വാസസ്ഥലം കൂടിയാണ്, നമ്മൾ എങ്ങനെയാണോ അതിന് പേര് ചൊല്ലി വിളിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ബന്ധത്തിൻ്റെ വാസസ്ഥലം കൂടിയാണ് ഈ ബാനിയൻ ട്രീ. അവിടുത്തെ ഈ വൈറ്റ് റാറ്റിനെ മുത്തശ്ശൻ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അത് 4 അണ കൊടുത്ത് ചന്തയിൽ നിന്ന് വാങ്ങിയതാണ്. ബട്ട് ഐ വുഡ് ഓഫൺ ടേക്ക് ഇറ്റ് with me into the roots and branches of the tree.
പക്ഷേ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ അവിടെ ആൽമരത്തിൻ്റെ പകുതി ഭാഗത്തൊരു തട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ ഞാൻ ഇരിക്കാറുണ്ട്. അതുകൊണ്ട് അവിടേക്ക് ഐ വുഡ് ഓഫൺ ടേക്ക്, ഓഫൺ മീൻസ് കൂടെ മിക്കവാറും, ഇടയ്ക്കിടയ്ക്ക്, ഇടവിട്ട് എന്നൊക്കെ അർത്ഥം. കൂടെ മിക്കവാറും, ഇടയ്ക്കിടയ്ക്ക്, ഇടവിട്ട് എന്നൊക്കെയുള്ള അർത്ഥം ഈ ഓഫൺ ഉണ്ട്. ഐ വുഡ് ഓഫൺ ടേക്ക് ഹിം, ഐ വുഡ് ടേക്ക് ഹിം ഓഫൺ, ടേക്ക് ഇറ്റ് ഓഫൺ. ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് വൈറ്റ് റാറ്റാണ്. ആ വെള്ള എലിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തു കൊണ്ടുപോകാറുണ്ട്. എവിടേക്കാണ്? ഇൻ ടു ദ റൂട്ട്സ് ഓഫ് ദ ബാനിയൻ ട്രീ, ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ. ആ ബാനിയൻ ട്രീയുടെ വേരുകളിലേക്കും അതിൻ്റെ ശിഖരങ്ങളിലേക്കും ഒക്കെ ആയിട്ട് ഞാൻ പലപ്പോഴും ഈ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ള എലിയെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. ബാനിയൻ ട്രീ ഇറ്റ് വെയർ സൂൺ struck up a friendship with one of the squirrels. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഈ വൈറ്റ് റാറ്റ്, വെള്ള എലി, വെയർ ഇറ്റ് സൂൺ, എൻ്റെ ബാനിയൻ ട്രീ, ആ ബാനിയൻ ട്രീയിൽ വെച്ച്, ഇറ്റ് സൂൺ സ്ട്രക്ക് അപ്പ് ഫ്രണ്ട്ഷിപ്പ്. സ്ട്രക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കാൻ, സൗഹൃദം സ്ഥാപിച്ചു. സ്ട്രക്ക് അപ്പ് എ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ അർത്ഥം ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു സൗഹൃദം അല്ലെങ്കിൽ ചങ്ങാത്തം സ്ഥാപിച്ചെടുത്തു ഈ എലി. ഇറ്റ് മീൻസ് ദ വൈറ്റ് റാറ്റ് സൂൺ സ്ട്രക്ക് അപ്പ് എ ഫ്രണ്ട്ഷിപ്പ്. ആ വെള്ള എലി, ഞാൻ കൂടെ ആൽമരത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന ആ വെള്ള എലി അവിടെ ചെന്നിട്ട് ഒരു സൗഹൃദം അല്ലെങ്കിൽ അഭേദ്യമായൊരു ബന്ധം സ്ഥാപിച്ചെടുത്തു പെട്ടെന്ന് തന്നെ. ആരുമായിട്ട്? വിത്ത് വൺ ഓഫ് ദ സ്ക്വിറൽസ്, അവിടെ ഉണ്ടായിരുന്ന ഒരു അണ്ണാറക്കണ്ണന്മാരിൽ ഒരാളുമായിട്ട് ഈ വെള്ള എലി വളരെ അടുത്ത ഒരു ബന്ധം അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിച്ചു. They would go off together on little excursions among the branches. അങ്ങനെ അവിടെ സൗഹൃദം സ്ഥാപിച്ചെടുത്ത ഈ എലിയും അണ്ണാറക്കണ്ണനും they would go off means ഒരു ഫ്രേസൽ വെർബാണ്. ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വെർബും ഒരു പ്രിപ്പോസിഷനും കൂടി ചേർന്ന് വരുമ്പോഴാണ് ഫ്രേസൽ വെർബ് ഉണ്ടാകുന്നത്. രണ്ടിനും വാക്ക് രണ്ട് അർത്ഥം ഉണ്ടായിരിക്കും. പക്ഷേ അതൊരു ഫ്രേസൽ വെർബായിട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ ഒരു വെർബിനോടൊപ്പം ഒരു പ്രിപ്പോസിഷൻ ചേർന്ന ഒരു ഫ്രേസൽ വെർബ് ആകുമ്പോൾ അതിൻ്റെ ഓരോ വാക്കുകൾക്കും തനതായി ഉണ്ടായിരുന്ന അർത്ഥത്തിന് മാറ്റം വന്ന് പുതിയൊരു അർത്ഥം ഉണ്ടാവുകയും ചെയ്യും. ഇവിടുത്തെ ഗോ ഓഫിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പോവുക എന്നാണ്. പോവുക. ദേ വുഡ് ഗോ ഓഫ്, അവർ പോകാറുണ്ടായിരുന്നു, ടുഗെദർ, ഒരുമിച്ച്. ഈ അണ്ണാറക്കണ്ണനും ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ചെടുത്ത ഗ്രേ സ്കുറലും വൈറ്റ് റാറ്റും കൂടി പോകാറുണ്ടായിരുന്നു. ദേ വുഡ് ഗോ ഓഫ് ടുഗെദർ, ഒരുമിച്ച് പോകാറുണ്ടായിരുന്നു. എന്തിനാണ്? ഓൺ ലിറ്റിൽ എക്സ്കേർഷൻ. എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞു ദീർഘനാളം നീണ്ടു നിൽക്കാത്ത കുഞ്ഞു ചെറിയ എക്സ്കേർഷൻസ്. എക്സ്കേർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഉല്ലാസയാത്രകൾക്ക്, ചെറിയ ഉല്ലാസയാത്രകൾക്ക് കൂടെ ഈ അണ്ണാറക്കണ്ണനും പെട്ടെന്ന് സൗഹൃദം സ്ഥാപിച്ചെടുത്ത വൈറ്റ് റാറ്റും ഗ്രേ സ്കുറലും തമ്മിൽ ഒരുമിച്ച് ഇടയ്ക്കിടയ്ക്ക് ചില ചെറിയ ഉല്ലാസയാത്രകൾക്ക് അല്ലെങ്കിൽ സവാരി പോകാറുണ്ടായിരുന്നു. എവിടെയാണ്? എമംഗ് ദ ബ്രാഞ്ചസ്, ആ ആൽമരത്തിൻ്റെ ചില്ലകൾക്കിടയിലൂടെ ചെറിയ കുഞ്ഞു ഉല്ലാസയാത്രകൾക്ക് ഈ അണ്ണാറക്കണ്ണനും വൈറ്റ് റാറ്റും ഗ്രേ സ്കുറലും കൂടി ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് ഉല്ലാസയാത്ര പോകാറുണ്ടായിരുന്നു. യമങ് എന്ന് പറഞ്ഞ അർത്ഥം ഇടയിൽ എന്നാണ്. ഇത് പ്രിപ്പോസിഷനാണ് കേട്ടോ. യമങ്ങിൻ്റെ അർത്ഥം ഇടയിൽ, അതായത് രണ്ട് വസ്തുക്കളുടെ ഇടയിലെന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ പറയണം. എന്നാൽ രണ്ടോ അതിൽ കൂടുതലോ വസ്തുക്കളുടെ, ആളുകളുടെയോ സംഭവങ്ങളുടെ ഇടയിൽ ഒന്നിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ യമങ്ങാണ് ഉപയോഗിക്കേണ്ടത്. ഇടയിൽ അല്ലെങ്കിൽ മധ്യേ എന്നാണ് ബിറ്റ്വീൻ്റെയും യമങ്ങിൻ്റെയും അർത്ഥം അത് തന്നെയാണ്, ഇടയിൽ അല്ലെങ്കിൽ മധ്യേ. ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത് രണ്ട് വസ്തുക്കളുടെ ഇടയിൽ ഒന്നിനെ ചൂണ്ടിക്കാണിക്കുമ്പോഴും എടുത്ത് പറയുമ്പോഴും. എന്നാൽ യമങ് ഉപയോഗിക്കുന്നത് രണ്ടിൽ കൂടുതൽ ഒരു കൂട്ടമായിട്ടൊരു ഗ്രൂപ്പായിട്ട്, ഒരു ബൾക്കായിട്ടുള്ള ഒരു കൂട്ടത്തിൽ നിന്നൊന്നിനെ സ്പെസിഫിക്കായിട്ട് എടുത്ത് കാണിക്കുമ്പോഴാണ് നമ്മൾ യമങ് എന്ന ഈ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. രണ്ടിൻ്റെ അർത്ഥം ഇടയിൽ അല്ലെങ്കിൽ മധ്യേ എന്നാണ്. ബിറ്റ്വീൻ്റെയും യമങ്ങിൻ്റെ അർത്ഥം. Next paragraph, page number 14. Then the squirrel started building a nest
അങ്ങനെ ഇരിക്കുമ്പോൾ ദെൻ മീൻസ് എന്നിട്ട് അപ്പോൾ ആ സമയത്ത് എന്നിട്ട് ദ സ്കുറൽ സ്റ്റാർട്ടഡ് ബിൽഡിങ് എ നെസ്റ്റ്. സ്കുറൽ ഒരു നെസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി, ഒരു കൂട് ഉണ്ടാക്കാൻ തുടങ്ങി. സ്കുറൽ അണ്ണാറക്കണ്ണൻ ഒരു കൂടുണ്ടാക്കാൻ തുടങ്ങുന്നത് ഞാൻ കണ്ടു. അറ്റ് ഫസ്റ്റ് അപ്പോൾ അണ്ണാറക്കണ്ണൻ പെണ്ണാണ്, ഫീമെയിലാണ്. ആ അണ്ണാറക്കണ്ണൻ പെട്ടെന്ന് അങ്ങനെ ഇരിക്കെ ഈ വൈറൈറ്റുമായിട്ട് വാൽമരത്തിൻ്റെ ചില്ലകളിൽ ചെറിയ ചെറിയ എക്സ്കർഷനൊക്കെ പോയിക്കൊണ്ടിരുന്ന നാളുകൾ കഴിഞ്ഞ ഒരു ദിവസം ദെൻ ദ സ്കുറൽ സ്റ്റാർട്ടഡ് ബിൽഡിങ് എ നെസ്റ്റ്. ആ വാൽമരത്തിൽ അതിൻ്റെ ശിഖരങ്ങളിൽ അവിടെ ഒരു കൂടുണ്ടാക്കുന്നതായിട്ട് അണ്ണാറക്കണ്ണൻ ഒരു കൂടുണ്ടാക്കുന്നത് ഞാൻ കണ്ടു. അറ്റ് ഫസ്റ്റ് ഷീ ട്രൈഡ് ബിൽഡിങ് ഇൻ മൈ പോക്കറ്റ്സ്. ആദ്യം ഇവൾ അണ്ണാറക്കണ്ണൻ കൂടുണ്ടാക്കാൻ തുടങ്ങിയത് എൻ്റെ പോക്കറ്റ്, ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയും പോക്കറ്റിലാണ്. ആൻഡ് ദെൻ വെൻ ഐ വെൻറ്റ് ഇൻ ഡോട്ട്സ് ആൻഡ് ചേഞ്ച്ഡ് മൈ ക്ലോത്ത്സ്. ഒരിക്കൽ ഞാൻ എപ്പോഴാണോ അകത്ത് എന്നിട്ട് മുറിക്കുള്ളിൽ ചെന്ന് എൻ്റെ വസ്ത്രങ്ങൾ മാറാൻ ശ്രമിച്ചത്, അപ്പോൾ ഐ വുഡ് ഫൈൻഡ്, ഞാൻ എന്താ കണ്ടുപിടിച്ചത്, ഞാൻ കണ്ടെത്തും എന്നാണ്, സ്ട്രോ ആൻഡ് ഗ്രാസ് ഫാളിങ് ഔട്ട്. എൻ്റെ പോക്കറ്റിൽ നിന്ന്, ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയും പോക്കറ്റിൽ നിന്ന് ഈ സ്ട്രോ വൈക്കോൽ തുരുമ്പുകൾ, പുല്ലുകൾ ഒക്കെ ഇങ്ങനെ ഉതിർന്നു വീഴുന്നതായിട്ട് ഞാൻ കണ്ടു. ദെൻ വൺ ഡേ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്സിങ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ മുത്തശ്ശിയുടെ നിറ്റിംഗ് മിസ്സായിരിക്കും. നിറ്റിംഗ് എന്ന് പറഞ്ഞാൽ തുന്നൽ സാമഗ്രികൾ എന്നാണ്. നൂല്, തുണി, പിന്നെ സൂചി തുടങ്ങിയിട്ടുള്ള തുന്നുവാൻ ഉപയോഗിക്കുന്ന സാമഗ്രികളെല്ലാം കൂടി ചേർത്തിട്ടാണ് നിറ്റിംഗ് എന്ന് പറയുന്നത്, തുന്നൽ സാമഗ്രികൾ. ഒരു ദിവസം എൻ്റെ മുത്തശ്ശിയുടെ തുന്നൽ സാമഗ്രികളെല്ലാം നഷ്ടമായിരിക്കുന്നു, അല്ലെങ്കിൽ മിസ്സായിരിക്കുന്നു, നഷ്ടപ്പെട്ടിരിക്കുന്നു. വി ഹണ്ടഡ് ഇറ്റ് ഫോർ എവരിവെയർ. ഞങ്ങൾ എല്ലായിടത്തും അതിനെ ഹണ്ടഡ് മീൻസ് വേട്ടയാടുക, പരതുക എന്നാണ്. വേട്ടയാടുന്നത് അത്രയും തീവ്രമായിട്ടാണല്ലോ, അത്ര തീവ്രമായിട്ട് ഞങ്ങൾ ആ നെറ്റിങ്ങിനെ അവിടെ എല്ലാം മുറിയാകമാനം തിരഞ്ഞു. ബട്ട് വിത്തൗട്ട് സക്സസ്. പക്ഷേ ഞങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അക്കാര്യത്തിൽ വിജയിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. എന്ന് പറയുമ്പോൾ മുത്തശ്ശിയുടെ തുന്നൽ സാമഗ്രികൾ കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് ഗ്ലിൻഡിങ് ഇൻ ദ ഹോൾ ഇൻ ദ ബാനിയൻ ട്രീ. പിറ്റേ ദിവസം ഞാൻ ബാനിയൻ ട്രീയിൽ ചെന്നപ്പോൾ അവിടെ ഒരു ബാനിയൻ ട്രീയുടെ ഒരു പൊത്തിൽ, ഒരു ഹോളിൽ സംതിങ് ഈസ് ഗ്ലിൻഡിങ്, എന്തോ ഇരുന്ന് തിളങ്ങുന്നത് ഞാൻ, ഗ്ലിൻഡിങ് എന്ന് പറഞ്ഞാൽ തിളങ്ങുക, എന്തോ ഇരുന്ന് ഇങ്ങനെ മിന്നി തിളങ്ങുന്നതായിട്ട് ഞാൻ കണ്ടു. ആ വാൽമരത്തിൻ്റെ ഒരു പൊത്തിൽ പിറ്റേ ദിവസം ചെന്നപ്പോൾ ആൽമരത്തിൻ്റെ പൊത്തിൽ എന്തോ ഇരുന്ന് മിന്നി തിളങ്ങുന്നത് ഞാൻ കണ്ടു. going up to investigate. ആ എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ അത് മിന്നിത്തിളങ്ങിയ അതിൻ്റെ അരികിലേക്ക് ചെന്നു, ആ വസ്തുവിൻ്റെ അരികിലേക്ക് ചെന്നു. എന്താണോ എന്ന് കണ്ടുപിടിക്കാൻ, മിന്നിത്തിളങ്ങുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ മിന്നിത്തിളങ്ങിയ വസ്തുവിൻ്റെ അരികിലേക്ക് ചെന്നു. ഗോയിങ് അപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഐ സോ ദാറ്റ് ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റീൽ നിറ്റിംഗ്. ഞാനെന്താ കണ്ടതെന്താണ്? അത് ഞാൻ കണ്ടത് മുത്തശ്ശിയുടെ തുന്നൽ സൂചിയുടെ ഒരു അഗ്രമാണ് ഞാൻ കണ്ടത്, ഒരറ്റമാണ് ഞാൻ കണ്ടത്. മുത്തശ്ശി തുന്നുവാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ പിന്നെ സൂചിയുടെ അതിൻ്റെ ഒരു അറ്റമാണ് എനിക്കവിടെ തിളങ്ങുന്നതായിട്ട്, നെറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചത്. ഓൺ ലുക്കിംഗ് ഫർദർ, വീണ്ടും ഞങ്ങൾ പരിശോധിച്ചു, വീണ്ടും നോക്കിയപ്പോൾ, ഫർദർ മീൻസ് വീണ്ടും എന്നാണ്, വീണ്ടും പരിശോധിച്ചപ്പോൾ ഐ ഡിസ്കവേർഡ് ദാറ്റ് ദ ഹോൾ വാസ് ക്രാംഡ് വിത്ത് നിറ്റിംഗ്. ഞാൻ കണ്ടുപിടിച്ചത് എന്താണ്? ആ ബാനിയൻ ട്രീയുടെ ഹോള്, ആ ഒരു പൊത്ത്, ആ ഹോള്, ആ ദ്വാരം എന്ത് ചെയ്തിരിക്കുന്നു? ക്രാംഡ് വിത്ത്. ക്രാംഡിങ് എന്ന് പറഞ്ഞാൽ കുത്തിക്കയറ്റുക, തള്ളിക്കയറ്റുക, കുത്തിക്കയറ്റുക, അതായത് കൊള്ളാത്ത സാധനം ഇടിച്ച് കുത്തിത്തിരികി വയ്ക്കുന്നതാണ് ക്രാമിങ് എന്ന് പറയുന്നത്. ഇത് കുത്തിത്തിരികിയിരിക്കുന്നു, തള്ളിക്കയറ്റി വെച്ച് നിറച്ചിരിക്കുന്നു. ഐ ഡിസ്കവേർഡ് ദാറ്റ്, ഞാൻ കണ്ടെത്തി. ഡിസ്കവേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടുപിടിച്ചു എന്നാണ്. ഇൻവെൻഷനും ഡിസ്കവറിയും തമ്മിലുള്ള വ്യത്യാസം, നിലവിലൊരു വസ്തുവിനെ കണ്ടുപിടിക്കുന്നത് ഡിസ്കവറിയും, എന്നാൽ നിലവിലില്ലാത്തൊരു വസ്തുവിനെ കണ്ടുപിടിക്കുമ്പോൾ അത് ഇൻവെൻഷനുമാണ്. ഇവിടെ ഐ ഡിസ്കവേർഡ്, അത് നിലവിലുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ കണ്ടുപിടിച്ചത്. ദ ഹോൾ വാസ് ക്രാംഡ് വിത്ത് നിറ്റിംഗ്. എൻ്റെ മുത്തശ്ശിയുടെ തുന്നൽ സാമഗ്രികൾ കൊണ്ട് ആ മരപ്പൊത്ത് കുത്തി നിറച്ചിരിക്കുന്നതായിട്ടാണ് ഞാൻ കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ കണ്ടത്. ആൻഡ് എമംഗ്സ്റ്റ് ദ ഓൾ
The wool were 3 baby squirrels, all of them white. അങ്ങനെ ആ കുത്തിത്തിരിയിരിക്കുന്ന ആ ഹോളിൽ കുത്തിത്തിരിയിരിക്കുന്ന തുന്നൽ സാമഗ്രികളുടെ ഇടയിലുള്ള എന്താണ് ഊൾ കമ്പിളി തുണികൾക്കിടയിൽ ആ കമ്പിളി തുണികൾക്ക് മുകളിൽ അതിൻ്റെ ഇടയിൽ ഇതിരിക്കുന്ന ഊൾ വേർ 3 baby squirrels, 3 കുഞ്ഞ് അണ്ണാറക്കണ്ണനെ ഞാൻ കണ്ടു. 3 അണ്ണാറക്കണ്ണൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആൾ ഓഫ് ദം വൈറ്റ്. ആ 3 അണ്ണാറക്കണ്ണൻ്റെ കുഞ്ഞുങ്ങളും വെള്ള നിറമായിരുന്നു. അവയ്ക്ക് 3 വെളുപ്പ് നിറമായിരുന്നു. അതാണ് അതിൻ്റെ സ്ട്രേഞ്ച് കേസ് എന്ന് പറയുന്നത്. 3 അണ്ണാറക്കണ്ണൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടു പിന്നെ കമ്പിളി തുണികൾക്കിടയിലൂടെ. പക്ഷേ അത് ആ അണ്ണാറക്കണ്ണൻ്റെ 3 കുഞ്ഞുങ്ങൾക്കും എന്താണ് വെള്ള നിറമായിരുന്നു. See the last paragraph. Grandfather had never seen white squirrels. ഗ്രാൻഡ് ഒരിക്കൽ പോലും ഈ വെള്ള നിറമുള്ള അണ്ണാറക്കണ്ണൻ്റെ കുഞ്ഞുങ്ങളെ അണ്ണാറക്കണ്ണനെ കണ്ടിട്ടില്ല. വെള്ള നിറമുള്ള അണ്ണാറക്കണ്ണനെ കണ്ടിട്ടില്ല. കാരണം മിക്കവാറും നമ്മളൊക്കെ കാണുന്നതൊക്കെ ചാര നിറമുള്ള ഗ്രേ കളറുള്ള സ്കുറൽസിനെയാണ്. എന്നാൽ ഇവിടെ പ്രായമുണ്ടായിരുന്ന മുത്തച്ഛൻ പോലും വെള്ള നിറമുള്ള അണ്ണാറക്കണ്ണനെ കണ്ടിരുന്നില്ല. ദിസ് ഗ്രാൻഡ് ഹാഡ് നെവർ മീൻസ് ഒരിക്കലും ഇല്ല. സീൻ ഹാഡ് പ്ലസ് വരുമ്പോൾ വെർബിൻ്റെ V3 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് സീൻ എന്ന് പറഞ്ഞത്. അപ്പം ഹാഡ് സീൻ മുത്തശ്ശൻ ഒരിക്കലും കണ്ടിരുന്നില്ല. ഹാഡ് സീൻ V1 saw V2 seen V3. അപ്പോൾ ഹാഡ് വരുന്ന പെർഫെക്റ്റ് ടെൻസിൻ്റെ ഓക്സിലറി കഴിഞ്ഞിട്ട് എപ്പോഴും നമ്മൾ സീൻ എന്ന് പറയുന്ന V3 ഫോമാണ് വെർബിൻ്റെ ഉപയോഗിക്കേണ്ടത്. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഹാഡ് സീൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്രാൻഡ് ഹാഡ് നെവർ സീൻ, ഒരിക്കൽ പോലും മുത്തശ്ശൻ കണ്ടിരുന്നില്ല വൈറ്റ് സ്കുറൽസ്, വെള്ള അണ്ണാറക്കണ്ണനെ, ബിഫോർ ഇതിനു മുൻപായിട്ട്. ഇവിടെ ഈ 3 വൈറ്റ് നിറമുള്ള അണ്ണാറക്കണ്ണൻ്റെ കുഞ്ഞുങ്ങളെ കാണുന്നതിന് മുൻപ് മുത്തശ്ശൻ ഒരിക്കൽ പോലും വെള്ള നിറമുള്ള അണ്ണാറക്കണ്ണനെ കണ്ടിരുന്നില്ല. ആൻഡ് വി ഗേസ്ഡ് ദം അറ്റ് ദം ഇൻ വണ്ടർ. ഞങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ആൻഡ് ഗ്രാൻഡ് മദർ, മുത്തശ്ശനും മുത്തശ്ശിയും ഞങ്ങൾ എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും എന്ത് ചെയ്തു? വി ഗേസ്ഡ് എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. തുറിച്ചു നോക്കി. അറ്റ് ദം മീൻസ് അറ്റ് 3 വൈറ്റ് സ്കുറൽ ബേബി വൈറ്റ് സ്കുറൽസ്, വെള്ള നിറമുള്ള 3 അണ്ണാറക്കണ്ണൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഗെയ്സ് ചെയ്തുകൊണ്ടിരുന്നു, തുറിച്ചു നോക്കി. വിത്ത് വണ്ടർ, ഇൻ വണ്ടർ, അത്ഭുതത്തോടുകൂടി, അത്ഭുതത്താൽ ഞങ്ങളെല്ലാവരും, അതിശയത്താൽ ഞങ്ങളെല്ലാവരും ഈ 3 അണ്ണാറക്കണ്ണൻ്റെ കുഞ്ഞുങ്ങളെ, വെള്ള നിറമുള്ള അണ്ണാറക്കണ്ണൻ്റെ കുഞ്ഞുങ്ങളെ വെള്ള നിറമുള്ള അണ്ണാറക്കണ്ണൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ വെള്ള നിറമുള്ള ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അത്ഭുതത്തോടെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. വി വെയർ പസിൽഡ് ഫോർ സം ടൈം. ഞങ്ങൾ ആകെ ഒരു ആശയക്കുഴപ്പത്തിലായി. പസിലിംഗ് എന്ന് പറഞ്ഞാൽ കുഴപ്പത്തിലെന്ന്, ആശയക്കുഴപ്പത്തിലെത്തുകയാണ് പസിലിംഗ് എന്ന് പറയും. ഞങ്ങൾ ആശയക്കുഴപ്പത്തിലെത്തി അല്പനേരം. ഫോർ സം ടൈം എന്ന് പറഞ്ഞാൽ അല്പനേരം ഞങ്ങളൊന്ന് കുഴങ്ങി, ഒരു കൺഫ്യൂഷനായി. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നറിയാതെ ഞങ്ങളെല്ലാവരും അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയാതെ, ഇതെങ്ങനെ വെള്ള നിറമുള്ള അണ്ണാറക്കണ്ണൻ്റെ കുഞ്ഞുങ്ങളുണ്ടായി എന്നറിയാൻ കഴിയാതെ ഞങ്ങൾ അല്പം ഒന്ന് പകച്ച് നിന്നു, അല്പം ഒന്ന് കൺഫ്യൂഷനായിട്ട് പസിലായിട്ട് നിന്നു, അന്താളിച്ച് നിന്നു ഫോർ സം ടൈം, കുറച്ച് നേരം. ബട്ട് വെൻ ഐ മെൻഷൻഡ് ദ വൈറ്റ് റാറ്റ്സ് ഫ്രീക്വൻറ്റ് വിസിറ്റ്സ് ടു ദി ട്രീ. ഞാൻ അപ്പോൾ പറഞ്ഞു ഈ കൂടെ ഈ വൈറ്റ് റാറ്റ്, വെളുത്ത അണ്ണാറക്കണ്ണൻ, വെള്ള എലി കൂടെ ഈ ആൽമരത്തിൽ സവാരി നടത്താറുണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ അവരോട് തുറന്നു പറഞ്ഞു. ആ കാര്യം ഞാൻ വെളിപ്പെടുത്തി. ബട്ട് വെൻ ഐ മെൻഷൻഡ്, ഞാൻ ഓർമ്മിപ്പിച്ചു. എന്താണ് ഓർമ്മിപ്പിച്ചത്? അവിടെ പസിൽ കുഴങ്ങി നിന്ന് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ വെള്ള അണ്ണാറക്കണ്ണൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ വന്നു എന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ പസിൽ ചെയ്ത് വിഷമിച്ച് അന്താളിച്ച് നിൽക്കുന്ന എല്ലാവരുടെയും മുമ്പിലേക്ക് ഞാൻ ഈ ഒരു വാർത്ത അറിയിച്ചു. എന്താണ്? ഐ മെൻഷൻഡ്, അവരോട് ഞാൻ സൂചിപ്പിച്ചെന്താണ്? കൂടെ വാറ്റ് റാറ്റ്സ് ഫ്രീക്വൻറ്റ് എന്ന് പറഞ്ഞാൽ ഇടവിട്ടുള്ള ഓഫൺ ആയിട്ടുള്ള കൂടെയുള്ള അതിൻ്റെ ഈ അണ്ണാറക്കണ്ണൻ്റെ വൈറ്റ് റാറ്റിൻ്റെ, വെള്ള എലിയുടെ ആൽമരത്തിലെ വിസിറ്റിനെ കുറിച്ച്, സന്ദർശനത്തെക്കുറിച്ച് ഞാൻ അവരോട് സൂചിപ്പിച്ചു. But when I mentioned that the right rats frequent visits to the tree, grandfather, അത് കേട്ട ഉടനെ grandfather told me that,
പിന്നെ ഒന്നും വൈകിയില്ല. മുത്തശ്ശൻ ഉടനെ പറഞ്ഞു, എന്നോട് പറഞ്ഞു, ദാറ്റ് ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. അതുകൊണ്ട് ആരായിരിക്കും ഇതിൻ്റെ അണ്ണാറക്കണ്ണൻ്റെ, ഈ വെള്ള അണ്ണാറക്കണ്ണൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാരാ, പിതാവാരായിരിക്കണം? ബി ദ ഫാദർ, ദ റാറ്റ്. ആ വെള്ള നിറമുള്ള റാറ്റായിരിക്കണം ഈ അണ്ണാറക്കണ്ണൻ്റെ ഈ വെള്ള അണ്ണാറക്കണ്ണൻ കുഞ്ഞുങ്ങളുടെ അച്ഛൻ. കാരണം റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് വെയർ റിലേറ്റഡ് ടു ഈച്ച് അതർ. കാരണം എലിയും അണ്ണാറക്കണ്ണനും ഏതാണ്ട് ഒരേ സ്പീസീസിൽ പെടുന്ന, ഒരേ വർഗത്തിൽപ്പെടുന്ന ജീവികളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തമ്മിൽ എന്ത് ചെയ്യാം? ഹീ സെറ്റ് ആൻഡ് സോ ഇറ്റ് വാസ് ക്വൈറ്റ് പോസിബിൾ. അതുകൊണ്ട് അത് വളരെ സാധ്യത കൂടുതലാണ്. എന്താണ് പോസിബിൾ? ദാറ്റ് ഫോർ ദം ടു ഹാവ് ഓസ്പ്രിങ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഓസ്പ്രിങ് എന്ന് പറഞ്ഞാൽ സന്തതി എന്നാണ്, സന്തതികൾ ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ക്വൈറ്റ് ഓഫൺ ആണ്, വളരെ സാധ്യതയാണ്. കാരണം ഇവർ രണ്ടുപേരും ദേ റിലേറ്റഡ് ടു ഈച്ച് അതർ, ഏതാണ്ട് ഒരേ സ്പീസീസിൽ പെടുന്നത് കൊണ്ട്, ഒരേ വർഗമായതുകൊണ്ട് ഇവർക്ക് തമ്മിൽ ചേർന്ന് അല്ലെങ്കിൽ അവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻ ദിസ് കേസ് ഓസ്പ്രിങ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ ഈ 3 കുഞ്ഞുങ്ങൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് ഈ 3 വൈറ്റ് റാറ്റ്സ് ഇവിടെ, സ്കുറൽസ് കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അത് 3 വൈറ്റ് സ്കുറൽസ്. അതാണ് 3 വെള്ള അണ്ണാറക്കണ്ണൻ കുഞ്ഞുങ്ങളുടെ കഥയും ഇതുതന്നെയാണ്. കാരണം ഇവിടെ ഈ 2 എലിയും അണ്ണാറക്കണ്ണനും ഒരേ സ്പീസീസിൽ വർഗത്തിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്, ക്വൈറ്റ് പോസിബിളാണ്. അതുകൊണ്ട് ഈ വൈറ്റ് സ്കുറൽസ്, വെള്ള അണ്ണാറക്കണ്ണൻ്റെ കുഞ്ഞുങ്ങൾ ഈ വെളുത്ത എലിയുടെ ആയിരിക്കും. അല്ലെങ്കിൽ വെളുത്ത എലി ആയിരിക്കും ഈ വെള്ള അണ്ണാറക്കണ്ണൻ കുഞ്ഞുങ്ങളുടെ പിതാവ്. QUITE ക്വൈറ്റ് കംപ്ലീറ്റ് എന്ന പൂർണ്ണമായും, QUIET ക്വൈറ്റ് ശാന്തമെന്നാണ് കേട്ടോ. QUIET ക്വൈറ്റ് ശാന്തം, QUITE ക്വൈറ്റ് പൂർണ്ണമായി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എന്നർത്ഥം, പൂർണ്ണമായും, മൊത്തത്തിൽ എന്നർത്ഥം കേട്ടോ. ഓക്കെ, we finished this lesson, Adventures in a Banyan Tree, written by Ruskin Bond. 10th ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസണാകുന്ന അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ, റസ്കിൻ ബോണ്ട് എഴുതിയ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന പാഠഭാഗം നമ്മളിവിടെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തീർന്നിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി നമ്മൾ ഇതിൻ്റെ ഗ്രാമറും ഒക്കെ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, എല്ലാവരും ഇത് കേൾക്കണം കേട്ടോ.